മൃഗങ്ങളെ ഉപയോഗിച്ച് CAA നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ സംസാരിച്ചത് പ്രൊജക്ട് അക്കോസ്റ്റിക് കിറ്റിയെ കുറിച്ചും മെറൈൻ മാമൽ പ്രോഗ്രാമിനെ കുറിച്ചുമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്യാം. ഇന്ന് നമുക്ക് CAAയുടെ മറ്റ് ഓപ്പറേഷനുകളെ കുറിച്ച് അറിയാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഓപ്പറേഷൻ ടക്കാന. ഈ ഓപ്പറേഷൻ ടക്കാനയെ കുറിച്ച് പറയുന്നതിനെക്കാട്ടും മുന്നേ ഓപ്പറേഷൻ കൊളുംബയെ കുറിച്ച് നിങ്ങൾ അറിയണം. പണ്ട് കാലത്ത് പ്രാവുകളേനെ ദൂത് അയക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ലോകമഹായുദ്ധങ്ങൾ നടന്നിരുന്ന സമയത്തും ഈ പ്രാവുകളേനെ മിലിറ്ററി മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇങ്ങനെ അയച്ച ഒരു മെസ്സേജ് ഏകദേശം 200 പട്ടാളക്കാരേനെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചതും ചരിത്രമായിട്ടുണ്ട്. ഇങ്ങനെ പ്രാവുകളെ ഉപയോഗിച്ച് മിലിറ്ററി മെസ്സേജസുകൾ കൈമാറുന്നതിനെയായിരുന്നു ഓപ്പറേഷൻ കൊളുംബ എന്ന് പറയുന്നത്. സോ ബാക്ക് ടു ഓപ്പറേഷൻ ടക്കാന. ഈ പറഞ്ഞ കാര്യം തന്നെ കുറച്ച് ഹൈടെക് ആക്കിയതാണ് ഓപ്പറേഷൻ ടക്കാന. ഇവിടെ ദൂത് പ്രാവിന്റെ കാലിൽ കെട്ടിയല്ല അയച്ചിരുന്നത്. ഇവരെ നെഞ്ചത്ത് ഘടിപ്പിച്ച ഓട്ടോമാറ്റിക് ക്യാമറ വഴി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിലുള്ള നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എടുത്ത് നമ്മളിലേക്ക് എത്തിക്കുകയായിരുന്നു. സ്പൈസ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ഒരു ആനിമേറ്റഡ് മൂവിക്ക് ഇത് ഇൻസ്പിറേഷനും ആയിട്ടുണ്ട്. ഷിപ്പ് യാർഡ്സും ന്യൂക്ലിയർ സബ്മറൈൻ ഫെസിലിറ്റീസ് ഒക്കെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ ഇതുവഴി CAAക്ക് പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ആക്ച്വലി സാറ്റലൈറ്റ് ഇമേജിങ്ങും U2 വിമാനങ്ങളൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ എങ്കിലും അതിനെക്കാട്ടും ക്ലിയറർ ആയിട്ടുള്ള കുറച്ചും കൂടെ അടുത്തുള്ള ഇമേജസ് ആയിരുന്നു പ്രാവുകളുടെ ക്യാമറയിൽ പതിഞ്ഞിരുന്നത്. മറ്റ് പക്ഷികൾ പ്രാവുകളെ റാഞ്ചിക്കൊണ്ടു പോകുന്നതും നെഞ്ചത്ത് ഘടിപ്പിച്ച ക്യാമറ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതുമായിരുന്നു ഈ ഓപ്പറേഷനിലുള്ള പ്രധാന വെല്ലുവിളികൾ. കാക്കകളുടെ ഫാമിലിയിൽ വരുന്ന ഒരു പക്ഷിയാണ് റാവൺ. കാക്കകളെക്കാളും വലുപ്പമുണ്ട് ഈ പക്ഷിക്ക്. കാക്കകളുടെ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഇവരെ ജോലി ഏൽപ്പിക്കാൻ എളുപ്പമാണ്. ബഗ്ഗിംഗ് ഡിവൈസസ് നിക്ഷേപിക്കുക, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന പണികൾ. ഡോഡ എന്ന് പറയുന്ന റാവൺ ഇതിലൊക്കെ എക്സൽ ചെയ്ത് വന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. പക്ഷെ എങ്കിലും ഫോട്ടോസും വീഡിയോസും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഈ റാവൺ പക്ഷെ ആദ്യത്തെ ഓപ്പറേഷനിൽ തന്നെ മറ്റേതോ പക്ഷിയോ മൃഗമോ ഉപദ്രവിച്ച് പിന്നെ തിരിച്ചെത്തിയില്ല. ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കണം നോർത്ത് അമേരിക്കയിലുള്ള ഒരു ഫേമസ് കൊറിയർ ഫെസിലിറ്റിയാണ് റാവൺ കൊറിയേഴ്സ്. ഏജൻസ് അവരുടെ ഐഡന്റിറ്റി ഒളിപ്പിച്ച് വെച്ച് സാധാരണ ആളുകളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ട് കഴിയുന്നത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഏജൻസിന് ഇൻഫർമേഷൻ കൈമാറാനും ഇവരുടെ ജീവിത ചെലവിന് വേണ്ടിയിട്ടുള്ള പണം ഏജൻസികൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സീക്രട്ട് സൈറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള സൈറ്റ്സിനെയാണ് ഡ്രോപ്പ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സീക്രട്ട് സൈറ്റ് എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും ഒരു ഒഴിഞ്ഞ സ്ഥലം ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. ചിലപ്പോൾ പാർക്കുകൾ അല്ലെങ്കിൽ റോഡ് അരിക് ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ഈ ഡ്രോപ്പ് സൈറ്റ്സ്. കണ്ടാൽ സംശയം തോന്നാത്ത എന്നാൽ സാധാരണക്കാര് എടുത്തു കൊണ്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒന്നിൽ വേണം മെസ്സേജുകളോ അല്ലെങ്കിൽ പണമോ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് CAA തെരഞ്ഞെടുത്തത് ചത്ത എലികളെയാണ്. പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയാണ് CAA ഇതിനു വേണ്ടിയിട്ട് എലികളെ ഉപയോഗിച്ചിരുന്നത്. സാധാരണക്കാരും ഈ എലികളെ ഒന്നും എടുക്കാൻ നിന്നില്ലെങ്കിലും ഇവരെ കുറച്ച് ഇൻഫർമേഷനും പണവും മോഷണം പോയി. മോഷ്ടിച്ചതാകട്ടെ തെരുവുകളിലുള്ള പൂച്ചകളും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൂച്ചകൾക്ക് ഇഷ്ടമില്ലാത്ത രുചികളിലും മണങ്ങളിലും ഒക്കെയുള്ള പല സാധനങ്ങളിലും മുക്കിയിരുന്നു. അതൊന്നും വിജയിച്ചില്ല. അവസാനം വിജയിച്ചത് വേംവുഡ് ഓയിലിൽ മുക്കിയിട്ടുള്ള എലികളാണ്. വേംവുഡ് എന്ന് പറയുന്നത് ആബ്സിന്റെ പോലെയുള്ള ആൽക്കഹോൾസിലൊക്കെ രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹെർബ് ആണെന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഹെർബിൽ നിന്നുണ്ടാക്കുന്ന ഒരു എസെൻഷ്യൽ ഓയിലാണ് വേംവുഡ് ഓയിൽ. ഇതൊക്കെയാണ് മൃഗങ്ങളെ ഉപയോഗിച്ച് CAA ചെയ്ത ഓപ്പറേഷനുകൾ. ഇതുപോലെ മൃഗങ്ങളുടെ ഷേപ്പ് ഇൻസ്പയർ ചെയ്തിട്ടും ഇവർ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് റോബോട്ടിക് കാറ്റ് ഫിഷ്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മെറൈൻ മാമൽ പ്രോഗ്രാമിന് മാമൽസിനെ ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആണ് റോബോട്ടിക് കാറ്റ് ഫിഷ്. സബ്മറൈൻസിന്റെ പ്രസൻസ് അറിയുക, സബ്മറൈൻസിനോട് അല്ലെങ്കിൽ നേവൽ ഫെസിലിറ്റിനോട് ചേർന്നിട്ടുള്ള ലാബുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് അതിലുള്ള വേസ്റ്റ് വെച്ച് അവരുടെ ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കെമിക്കൽസിനെ കുറിച്ച് അറിയാനൊക്കെയാണ് റോബോട്ടിക് കാറ്റ് ഫിഷിനെ ഉണ്ടാക്കിയത്. ഓപ്പറേഷൻ ചാർലി എന്ന പേരിൽ.
ഇവരുണ്ടാക്കി എന്നല്ലാതെ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതുപോലെ തുമ്പികളുടെ രൂപസാദൃശ്യത്തിൽ ഇൻസെക്ടോതോപ്റ്റർ എന്ന് പറയുന്ന ഒരു ഓഡിയോ സർവൈലൻസ് ഡ്രോണും ഇവരുണ്ടാക്കിയിരുന്നു. പക്ഷെ 5 മൈൽ സ്പീഡിൽ ഇതിനെതിരെ കാറ്റ് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറന്നു പോകും എന്നുള്ളത് കൊണ്ട് ഇതും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ഇതൊക്കെയാണ് CIA മൃഗങ്ങളെ ഉപയോഗിച്ചും അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ള ഓപ്പറേഷൻസ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ CIAയുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആർട്ടിഫാക്ട്സ് ആണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങളും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഓപ്പറേഷൻസ് ഒന്നും അവരെന്തായാലും പുറത്തുവിടാൻ സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഓപ്പറേഷനുകൾ പുറത്തു വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പല മൃഗങ്ങളും സ്പൈകളാണോ എന്നുള്ള സംശയം റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടില്ല. മനുഷ്യർ പലപ്പോഴും മൃഗങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അൺനാച്ചുറൽ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ തോന്നിയത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ അറിയിക്കുക. ഈ 2 വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷനുകളെ കുറിച്ച് നിങ്ങൾക്ക് മുന്നേ അറിയാമായിരുന്നോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.